കുക്കി നീ പോയ ഡോർ തുറക്ക്. ആരെ ഈ രാവിലെ തന്നെ? കുക്കി ഇതാരാ? ഇനി ഇവനാണോ അവൻ? കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറയണ്ടായിരുന്നു. എന്ത്? എന്റെ വീട്ടിൽ കയറി വന്ന ഞാനാന്ന് ചോദിക്കും. താനാരാ? അത് വീടിന്റെ സൗണ്ട് ആണല്ലോ. അവൻ വന്നു തോന്നുന്നു. അവൻ വന്നോ ഇത്ര പെട്ടെന്ന്? താനെന്തിനെ ചിരിക്കുന്നേ? കുക്കി നീ മിണ്ടാതിരിക്കെ. മമ്മി ഇയാളാ തുടങ്ങി. മോനെ നീ ക്ഷമിക്കടാ. ഇവളെ ഇങ്ങനെ തന്നെ. ഇവക്ക് ആരോട് എന്താ പറയണമെന്നൊന്നും അറിയില്ല. അത് സാരമില്ല ആന്റി. തന്റെ സാരമില്ല ആർക്ക് വേണം? കൊണ്ടുപോയി ഉപ്പിലിട്ടേക്ക്. കുക്കി നീ രാവിലെ തന്നെ എന്റെ അടുത്ത് നടി വാങ്ങിക്കും കേട്ടോ. മോനെ നീ എത്തിയോ? നീ എത്തിയോ? എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖമാണ്. മതി ഓവറാക്കണ്ട. എടാ നീ വീക്ക് മുറി കാണിച്ചു കൊടുക്ക. ഓക്കേ. എടാ വാടാ. ഈ കാണുന്നതാണ് നിന്റെ റൂം. പിന്നെ നീ കുക്കിയെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അവളാ കഥവ് പറഞ്ഞേ. ഞാൻ അവളെ ആദ്യം കണ്ടേ. നീ അവളോട് ആരാന്ന് ചോദിക്കുന്ന കേട്ടല്ലോ. അത് ഞാൻ ചുമ്മാ തമാശക്ക് അവളോട് അങ്ങനെ പറഞ്ഞതാ. അത് നന്നായി. അതുകൊണ്ട് അവളെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ? ഇത്രയും കാലം കാത്തിരുന്ന് അവളെ കണ്ട് സംസാരിച്ചപ്പോ അവളോടുള്ള ഇഷ്ടമൊക്കെ പോയില്ലേ നിനക്ക്? ഇഷ്ടം പോയെന്നോ? അതെ. എന്റെ അനിയത്തിയായതുകൊണ്ട് പറയുന്നല്ല. അവക്ക് ആരോടും തീരെ ബഹുമാനമില്ല. പപ്പയോടും മമ്മിയോടും ഒന്നുമില്ല. പ്രത്യേകിച്ച് എന്നോട് അവക്ക് തീരെ ബഹുമാനമില്ല. അതവള് തമാശക്ക് കാണിക്കുന്നതായിരിക്കും. എന്തോ? എങ്ങനെ? നിനക്ക് കണ്ണിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പോടാ. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ? ചെറുപ്പം മുതലേ ഒരു കൊച്ചിനെ ഇഷ്ടപ്പെടുക, അവക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവളുടെ അടുത്തേക്ക് വരിക, കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അതെന്റെ അനിയത്തിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. നിന്നെ ഞാൻ എന്തിലും സപ്പോർട്ട് ചെയ്യും. മതി ചിരിച്ചത്. നിനക്കൊന്ന് ജോലിക്ക് പോകണ്ടേ? ഉണ്ട്. ഇന്ന് എനിക്ക് ജോയിൻ ചെയ്യണം. ആണോ? എന്നാ എനിക്കും പോകണം. നമുക്ക് വന്നിട്ടെല്ലാം സംസാരിക്കാം. പിന്നെ ഉണ്ടല്ലോ, അവളുടെ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് തീരുമാനിക്കേ. ഒന്നും തീരുമാനിക്കാനില്ല. ഞാനെല്ലാം പണ്ടേ തീരുമാനിച്ചതാ. എന്നാ ബൈ.
കുക്കി യുങ്കി നിന്റെ കൂടെ കോളേജിൽ വരുന്നുണ്ട്. അവക്ക് നിന്റെ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കേ പപ്പ. യോങ്കി വാ നമുക്ക് പോവാം. ആ പോവാം. എടാ നിനക്കൊന്ന് ജോയിൻ ചെയ്യണ്ടേ? ആ ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. എന്നാ നീ പോകുന്ന സമയത്ത് ഇവരെ കൊണ്ടുപോയിക്കോ. എനിക്ക് പറ്റില്ല ഇയാളുടെ കൂടെ പോവാൻ. കുക്കി മോനെ നീ ക്ഷമിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവളിങ്ങനെ തന്നെയാ. അത് കുഴപ്പമില്ല ആൻറ്റി. തനിക്ക് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുക്കി നീ അടി വാങ്ങിക്കൂ എൻ്റെ അടുത്തുനിന്ന്. എന്നാ യൂങ്കിമോള് വീടിൻ്റെ കൂടെ പൊക്കോട്ടെ. ഇവള് ബസ്സിന് പൊക്കോളും. ഇല്ല ഞാൻ കുക്കീൻ്റെ കൂടെ പൊക്കോളാം. എന്നാ വാ നമുക്ക് പോകാം. ആ പോകാം. ജൂണേട്ടാ ആടി പറ എന്താ? നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ജോലിക്ക് പോകുന്നൊന്നുമില്ലേ? ആ ഞാൻ പോവാൻ റെഡിയായി. അവനും ഉണ്ട് എന്റെ കൂടെ വരാൻ. അവൻ നമ്മുടെ കമ്പനീന്റെ അടുത്ത് തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. ആ അത് നല്ല കാര്യം. നിങ്ങൾ അവനെയും കൂടി കൊണ്ടുപോയിക്കോ കൂടെ. അളിയ പോവാനായില്ലേ? ആ റെഡിയായി, വാ പോവാ. എടി നിങ്ങൾ അറിഞ്ഞോ നമ്മളെ പഠിപ്പിക്കാൻ പുതിയൊരു സാറ് വരുന്നുണ്ടെന്ന്? കാണാൻ സുന്ദരനാണെന്ന് കേട്ടെ. ഞാൻ കണ്ടായിരുന്നു ഓഫീസിൽ പോയപ്പോ. അവിടെ നിപ്പുണ്ടായിരുന്നു. എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. അത്രയ്ക്ക് സുന്ദരനാണോ? എന്നാ ഞാനും നോക്കേണ്ടിയിരിക്കുന്നല്ലോ. അങ്ങനെ നീ ഒറ്റയ്ക്ക് നോക്കണ്ട. ദേ ആ സാറ് വരുന്നു.